പ്ലേറ്റിലായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വന്നിട്ട് ആ സ്ട്രോ ഉപയോഗിച്ച് ഉള്ളിലേക്ക് ശ്വാസം വലിച്ചിട്ട് ആ ബോൾ എടുത്ത് ഗ്ലാസ്സിൽ ഓരോ ഗ്ലാസ്സിൽ ഇടണം. ഓക്കെ, ചെയ്യാം. ഓക്കെ, ലോവർ ബീഡിനെ താഴേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങളുടെ മൈൻഡിൽ ഓക്കെ ആണോ? സെറ്റ് ചെയ്തല്ലോ. അപ്പൊ അബാക്കസിന്റെ വാല്യൂ എത്രയാ? 0. എല്ലാവരുടെയും വാല്യൂ 0 ആണോ അബാക്കസിൽ? ആണല്ലോ. തമ്പ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഫോർ അഡീഷൻ വേണ്ടി ഉപയോഗിക്കുകയാണ് തമ്പ്. ലെസ് ചെയ്യാനായിട്ട് സബ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിംഗർ ആണ് ഫോർ ഫിംഗർ. ഓക്കെ, ആൻസർ 3. എല്ലാവർക്കും കിട്ടിയോ? 3. Add 1. Again add 1. Add 2. Less 1. Less 3. Add 2. Again add 2. Less 1. Again less 1. Again less 1. Answer. എല്ലാവരും
ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ കറക്റ്റ് ആക്കണം. ഒരു ഒറ്റ ലൈനെ വരയ്ക്കാൻ പറ്റും. ഈ ചോക്ക് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ലൈൻ വരയ്ക്കാം. എന്നിട്ട് ഈ ഇക്വേഷൻ കറക്റ്റ് ആക്കണം. ഓക്കേ. ഇതിനൊക്കെ കാണിയിരുന്നാലോ ആദ്യം മിസ് ചെയ്യേണ്ടി നമ്പേഴ്സിനെ എങ്ങനെ ആദ്യം മിസ് ചെയ്യുന്നത് 1 to 5 ആദ്യം നമ്മൾ പഠിച്ചില്ലേ? അതുകൊണ്ട് നമുക്ക് ഇത് പഠിച്ചാലോ? ആഡ് 2 എഴുതാം. 2 മിസ് നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകല്ലേ? അപ്പൊ എത്രയായി? ഇനി ആഡ് 6 ആണ് പറയുന്നത്. 6 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? മുകളിലത്തെ 5 പിന്നീട് താഴെയൊരു 6 ഇല്ലേ? Add 6 means 5 plus 1. 1. എത്ര value? 1. 6 minus 7. Add 1. Minus 2. Add 5. Minus 8. എത്ര value? എല്ലാവരും മോനെ വാപ്പോടുന്നേ. അവൻ ഇവിടെ വരുന്നത് വരെ അബാക്കസിനെ ചെയ്തെന്ന് പറഞ്ഞുകൂടെ. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ ധൈര്യപൂർവ്വം അവൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് എണീറ്റു ഇവിടെ വന്നു. അബാക്കസിന്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടി വന്നു. ചെയ്ത സമയത്ത് ആദ്യത്തെ സമയം അവൻ ചെയ്ത് നോക്കിയപ്പോൾ കുറെ മിസ്റ്റേക്ക് ഒക്കെ വന്നു. പക്ഷെ ലാസ്റ്റ് അവൻ നന്നായിട്ട് ചെയ്തില്ലേ? നിങ്ങൾ കണ്ടല്ലേ? നന്നായിട്ട് ചെയ്തു. അവൻ എന്റെ ഒരു റിവ്യൂ പറയും കേട്ടോ. എൻ്റെ പേര് ഫൈസൽ. ഞാൻ എട്ടത് MSM സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ ക്യാമ്പിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്കതിന് മുമ്പൊന്നും അറിയില്ല. ടീച്ചർ ആണെങ്കിൽ അവരുടെ മുന്നിൽ ബോട്ടിൽ വെച്ചിട്ടില്ലേ? ടീച്ചർ അവരോട് ഓരോ ബോഡി പാർട്സ് പറയും. അവരത് ടച്ച് ചെയ്യണം ബോഡി പാർട്സില്. ഇതിനിടയ്ക്ക് ടീച്ചർ ബോട്ടിൽ എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് ബോട്ടിൽ ക്യാച്ച് ചെയ്യണം. ഏതാക്കാന്ന് കിട്ടുന്ന അയാളാണ് വിന്നർ അല്ലേ? ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അയാൾ തോറ്റു. മനസ്സിലായോ? ഓരോ ബീറ്റ്സിന്റെ വാല്യൂസ് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? 1. ഓക്കെ. minus 3. add 2. answer is 2. എല്ലാവർക്കും കിട്ടിയോ? next add 3. minus 3. add 2. add 5. okay. clear ആവാക്ക്. add 2. again add 2. minus 4. add 5. add 1. answer is 6. very good. add 3. add 1. minus 4. add 5. add 2. sir. okay. right answer. add 2. again add 2. minus 4. add 5. add 3. ഫസ്റ്റിന് ഇതുപോലെ 2 കേക്ക് മുത്തോടെ ടീച്ചറുടെ കയ്യിലുണ്ട്. രണ്ടിനും ഒരേ കളറും ഒരേ എണ്ണവുമാണ് കേട്ടോ. ഇപ്പം ബ്ലാക്ക് അല്ലേ? അപ്പൊ ബ്ലാക്ക്, യെല്ലോ, വയലറ്റ്. ഒരാൾ അത് എഴുതണം. ബ്ലാക്ക്, യെല്ലോ, വയലറ്റ്. ആ ഗ്രൂപ്പിലെ രണ്ടാമത്തെ ആള് ബ്ലാക്ക് എത്ര ഉണ്ട്, യെല്ലോ എത്ര ഉണ്ട്, വയലറ്റ് എത്ര ഉണ്ട് എണ്ണി മൊത്തം എണ്ണി ഓടിപ്പോയി എഴുതണം. മനസ്സിലായോ? ഇപ്പം
സ്വാതികി ടെസ്റ്റിനുമാണ് ശരിയാക്കിയത്. ഇവരുടെ ക്ലാസ് കൊണ്ടേ. And 2 minus 2. എത്ര abacus value? 1. Minus 1. Okay. And 5. 5 എവിടെ കിടക്കും നമ്മുടെ മുകളില് 5. എത്ര വാല്യൂ? 5 ആയില്ലേ? Less 5. അടുത്ത ആക്ടിവിറ്റി ചെയ്യാം. ഇവരുടെ രണ്ടുപേരുടെ കയ്യിൽ ടീച്ചർ ബോളും ഇതിങ്ങനെ കപ്പിന്റെ മുകളിൽ ബോൾ വെച്ച് കൊടുക്കും. അതവർ ബാലൻസ് ചെയ്ത് ഈ കപ്പിന്റെ ഇടയിൽ കൂടെ നടന്നു വന്ന് ഈ കപ്പിൽ കൊണ്ടുവന്ന് ബോള് താഴെ കളയാതെ ഇടണം. അതാണ് ചെയ്യും. അത് കപ്പ് തട്ടരുത്, കപ്പ് തട്ടരുത്. ഗാന്ധി തന്നെയാണോ? ഗാന്ധി കേളില്ല. ശബരിരാജ് ക്ലിയർ പൊസിഷനിലാണ്. ക്ലിയർ അബാക്കസ് വാല്യൂ 0. Are you ready? Add 1, add 2, add 1, minus 4, add 5, add 2, again add 2, minus 9, add 2, again add 2, minus 3, minus 1, add 4. Answer? 4. Correct answer. Very good, very good. നന്നായിട്ട് പഠിച്ചില്ലേ? മെന്റൽ മാത്സ് പഠിച്ചോ? എളുപ്പമാണോ മാത്സ്? നിങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് മെന്റൽ മാത്സ് അറിയാമല്ലോ ഇവിടെ വന്നപ്പോ? ഇല്ല. ഇപ്പൊ പഠിച്ചോ? കളിയിലൂടെയാണോ പഠിച്ചത്? അബാക്കസ് ഇഷ്ടമായോ? Here abacus. Add 5, add 2, again add 2, minus 4, minus 5, add 5, add 2, again add 2, minus 9, add 2, again add 2, add 5, minus 8, minus 1, add 4, add 5, minus 2, again minus 2, minus 5, add 9, minus 4. Answer? 5. Correct answer. Very good. എന്റെ പേര് ഉണ്ടായിരുന്നു. ഫസ്റ്റ് മാത്സൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ അതായത് ചേർന്നപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര പാടായിരുന്നു. പിന്നെ വന്നപ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നി. പിന്നെ മാത്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് സ്കില്ല് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയുമായിരുന്നു. എൻ്റെ പേര് ജീവ. എൻ്റെ സ്റ്റാൻഡേർഡ് 7th. ഞാൻ 7th. എനിക്ക് അബാക്കസിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഈ ക്യാമ്പിൽ വന്നപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത്. അതുകൊണ്ട് ഈ അബാക്കസ് ക്യാമ്പ് നല്ലതാണ്. ചേരാനുള്ള ആഗ്രഹമുള്ളവരെല്ലാം ചേരണം. എൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ പേര് അദ്വൈത് അരുൺകുമാർ. ഞാൻ ഈ ക്യാമ്പിൽ വന്നതോടെയാണ് എനിക്ക് ഈ അബാക്കസ് പഠിക്കാൻ പറ്റിയത്. എനിക്ക് അബാക്കസ് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ ഈ ക്യാമ്പിൽ വന്നപ്പോൾ ഈ ടീച്ചർമാര് ഓരോ ആക്ടിവിറ്റിയും പിന്നെ ഞങ്ങളെ അബാക്കസ് പഠിപ്പിച്ചു. എല്ലാവരും പരമാവധി ഇവിടെ വന്ന് പഠിക്കേണ്ടതാണ്. ഞാൻ പഠിക്കുന്നത് MSSലാണ്. നേരത്തെ എനിക്ക് മാത്സ് വളരെ പാടായിരുന്നു. ഇപ്പൊ എനിക്ക് അബാക്കസ് ആക്ടിവിറ്റിയിലൂടെ എനിക്കിപ്പോൾ വളരെ ഈസിയായിട്ട് തോന്നി. നിങ്ങളെല്ലാവരും വേണം. നമസ്കാരം, എൻ്റെ പേര് ഉസ്മാന. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ ഈ അബാക്കസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഈ ക്ലാസ് സംഘടിപ്പിച്ച നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ സോണിയ മാമിനും അതുപോലെ ഐഡിയസ് അബാക്കസ് കോർഡിനേറ്റർ നീല മാമിനും ഇന്ന് ഇവിടെ പെർഫോം ചെയ്ത മറ്റു ടീച്ചേഴ്സിനെല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ ക്ലാസ്സിലൂടെ. താങ്ക് യു സോ മച്ച്.